ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് യേശുനാഥൻ്റെ രൂപാന്തരീകരണത്തെപ്പറ്റി നാം കാണുന്നത്. ലൂക്കാ സുവിശേഷകൻ രൂപാന്തരീകരണത്തെപ്പറ്റി പറയുന്നതിന് മുൻപും പിൻപും എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ രൂപാന്തരീകരണത്തിൻ്റെ സന്ദേശം കുറെ കൂടി വ്യക്തമാക്കി തരുന്നതാണ്. പത്രോസ് യേശുനാഥൻ ആരെന്ന് പ്രഖ്യാപിക്കുന്നു. സജീവമായ തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് യേശുനാഥൻ തനിക്ക് സംഭവിക്കാൻ പോകുന്ന പീഡാസഹനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും പത്രോസും കൂട്ടരും പതറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് യേശുനാഥൻ രൂപാന്തരീകരണത്തിൻ്റെ മലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും രൂപാന്തരീകരണം സംഭവിക്കുകയും ചെയ്യുന്നത്. അതിനെ തുടർന്ന് ലൂക്കാ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത് ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന രംഗമാണ്. അവിടെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് സാധ്യമാകാതെ വരുന്ന സമയത്ത് യേശുവിൻ്റെ അടുക്കലേക്ക് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് യേശുനാഥൻ ചോദിക്കുന്നുണ്ട്, എത്ര കാലം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും? ഈ സംഭവങ്ങളെ ഒരു തുടർച്ചയായി വായിച്ചെടുക്കുമ്പോഴാണ് കുറെ കൂടി അർത്ഥഭംഗി നമുക്ക് ലഭിക്കുന്നത്. യേശുനാഥൻ്റെ വരവ് താൻ രക്ഷകനാണെന്നും മിശിഹായാണെന്നും തന്നോട് കൂടെ നടക്കുന്നവരെ ബോധ്യപ്പെടുത്തുകയും അവരെ അതിൻ്റെ സാക്ഷികളാക്കി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുക എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താൻ ആരെന്ന ചോദ്യത്തിന് ഓരോ മനുഷ്യരും നൽകുന്ന ഉത്തരത്തിനപ്പുറത്തേക്ക് ഒപ്പം നടന്ന മനുഷ്യർക്ക് ലഭ്യമാകുന്ന സന്ദേശത്തെപ്പറ്റി ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് പത്രോസ് നൽകിയത്. പക്ഷേ അത് ഒരു നിമിഷ നേരത്തേക്കുള്ള മറുപടി ആയിപ്പോയി. യേശുനാഥൻ്റെ ജീവിതത്തിൽ മിശിഹ തൻ്റെ മഹത്വം പ്രാപിക്കുന്നത് കുരിശിലാണ് എന്നുള്ള വലിയ സന്ദേശത്തെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാതെ പോകുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താൻ ആരെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവരെ ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത്. അവിടെ പത്രോസും കൂട്ടരും കണ്ട കാഴ്ചയിൽ അത്ഭുത പരതന്ത്രരായി പോകുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം ഒത്തിരി സ്ഥലത്ത് ദൈവം മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നുണ്ട്. എല്ലായിടത്തും നാം കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത് മേഘം കൊണ്ട് ആവരണം ചെയ്യപ്പെടുകയും വലിയ അഗ്നിയുടെ മധ്യം നിന്ന് ദൈവം സംസാരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ദൈവം സംസാരിക്കുന്ന സമയത്തൊക്കെ ജനം ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. ഒരു സമയത്ത് മോശയോട് ദൈവം സംസാരിച്ചതിന് ശേഷം ജനം പറയുന്നുണ്ട്, ഇനി ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല, നീ തന്നെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ സമയത്ത് മോശ ജനത്തോട് പറയുന്നത്, ദൈവത്തിന് നിങ്ങളെ പറ്റിയുള്ള പദ്ധതി അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഭയമുളവാകുകയും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും നിങ്ങളുടെ അശുദ്ധമായ മാർഗങ്ങളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് തൻ്റെ പ്രാഭവം പ്രകടമാക്കുന്നതെന്ന് മോശ ജനത്തോട് പറയുന്നുണ്ട്. ഒരിക്കൽ ദൈവവുമായി സംസാരിച്ച് ഇറങ്ങി വരുന്ന മോശയുടെ മുഖപ്രാഭവം കണ്ട് ജനം അസ്വസ്ഥചിത്തരാകുന്നുണ്ട്. അവർക്ക് മോശയെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പോകുന്ന സമയത്ത് മൂടുപടം ഇട്ടുകൊണ്ടാണ് മോശ ജനത്തോട് സംസാരിക്കുന്നത്. ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന സമയത്ത് മനുഷ്യനിൽ വരുന്ന വലിയ മാറ്റത്തെപ്പറ്റി ഇത് നമ്മളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. രൂപാന്തരീകരണം യേശുനാഥൻ തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് പൂർണ്ണമായും വെളിപ്പെടുത്തി കൊടുത്ത സമയമായിരുന്നു. താൻ ആരെന്നും തൻ്റെ ലക്ഷ്യമെന്തെന്നും താൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നുവെന്നും അവരെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടത്. മനുഷ്യരോട് കൂടെ നടക്കുകയും സാധാരണ ഒരു ഗുരുവായി ജീവിക്കുകയും ചെയ്യുന്നവനല്ല താനെന്ന് അവർക്ക് ബോധ്യമുണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോസ്തലന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു തന്ന സന്ദേശവും അതുതന്നെയായിരുന്നു. തൻ്റെ ലക്ഷ്യം അത് മഹത്വത്തിലേക്ക്, കുരിശിലേക്ക്, പീഡാസഹനത്തിലേക്ക് യാത്രയാണെന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, പറഞ്ഞുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശുനാഥൻ തന്നെ വെളിപ്പെടുത്തുവാനായി തീരുമാനിച്ചത്.
സങ്കീർത്തനം 51 അധ്യായം 7 വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഹിസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകിയാലും ഞാൻ മഞ്ഞുകട്ടയേക്കാൾ വെണ്മയുള്ളവനാകും. വെണ്മ തൂകുക എന്ന് പറയുന്നത് ദൈവികമായ നന്മയിലേക്ക് ഒരുവൻ പ്രവേശിക്കുക എന്നാണ് അർത്ഥം. എൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ കളങ്കങ്ങളൊക്കെ നീങ്ങി ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവികമായ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് നാം ഈ സങ്കീർത്തനത്തിൻ്റെ ചുവട് പിടിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എല്ലാ മനുഷ്യരും ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുമെന്ന് തന്നെയാണ് നാം രണ്ടാമത്തെ വായനയിൽ വായിച്ചു കേൾക്കുന്നത്. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തരുന്നതും അതുതന്നെയാണ്. നമ്മുടെ നശ്വരമായ ശരീരത്തെ അവിടുത്തെ തേജോമയമായ ശരീരത്തോട് സാരൂപ്യപ്പെടുത്തുന്ന ഒരു വലിയ ദിനത്തെ കാത്തിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. നാം ക്രിസ്തുവിൻ്റെ മഹത്വം കാണുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ്. അവിടുന്ന് നമ്മെ തൻ്റെ മഹത്വത്തിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. നമ്മുടെ നശ്വരമായ ശരീരം ഈ ഭൂമിയിലെ എല്ലാ പോരായ്മകളെയും അതിജീവിച്ച് അതിൻ്റെ മഹത്വം ദൈവത്തോടുകൂടെ, ഉദ്ധിതനായ ക്രിസ്തുവിനോടുകൂടെ അനുഭവിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാനായിട്ട് കഴിയുന്നിടത്താണ് നമ്മുടെ ജീവിതം പവിത്രീകൃതമായി തീരുന്നത്. പത്രോസ് ഈ വലിയ ദർശനം ലഭിച്ചതിന് ശേഷം പറയുന്ന വാചകമുണ്ട്, നമുക്കിവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഒന്ന് അങ്ങയ്ക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. കൂടാരമടിച്ച് ദൈവം ഇസ്രായേലിനോട് കൂടെ താമസിച്ചത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത ദൈവത്തിൻ്റെതായി രൂപാന്തരപ്പെടുന്ന വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയായിരുന്നു. ഒരു സാധാരണ ജനത അവരെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി രൂപാന്തരപ്പെടുത്തുന്ന യാത്രാവഴിയാണ് പുറപ്പാട് സംഭവം. ഈ യാത്രാവഴിയിലാണ് ദൈവത്തെ അതിൻ്റെ മഹത്വത്തിൽ, ദൈവികമായ പ്രാഭവത്തിൻ്റെ പൂർണ്ണതയിൽ ജനം പലപ്പോഴും ദർശിച്ചത്, ജനത്തോട് നേരിട്ട് സംസാരിച്ചത്, പലപ്പോഴും അഗ്നിയുടെ മധ്യത്തിലും മേഘത്തിൻ്റെ മധ്യത്തിലും നിന്ന് ജനത്തോട് സംസാരിച്ചത്. അതുകൂടാതെ അവരുടെ യാത്രാവഴിയിൽ കൂടാരമടിച്ച് അവരോടുകൂടെ ദൈവം വസിക്കുകയും ചെയ്തു. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ പത്രോസിൻ്റെ വാക്കുകളിലുണ്ട്. നമുക്ക് ഒരു രൂപാന്തരീകരണത്തിൻ്റെ മലയായി ഇത് മാറണം. രൂപാന്തരീകരണത്തിൻ്റെ മല നമ്മുടെ ജീവിതത്തെ പുതിയൊരു വഴിത്താരിയിലേക്ക് കൊണ്ടെത്തിക്കണം. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ദൈവികമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിച്ച് അവന് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം നൽകി അവന് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ച് ഞാൻ അവനോട് കൂടെ വസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഒരു യാത്ര പൂർണ്ണതയിലെത്തുന്നത് ഞാൻ എൻ്റെ ദൈവത്തോട് ഒന്നായി തീരുമ്പോഴാണ്. ഇന്ത്യയുടെ സംസ്കാരമനുസരിച്ച്, ഇന്ത്യയുടെ ആധ്യാത്മിക അനുസരിച്ച് മനുഷ്യൻ ദൈവവുമായി ലയിച്ചു ചേരുന്ന ഒരു വലിയ ചിന്താധാരയുണ്ട്. എല്ലാ മനുഷ്യൻ്റെ ആത്മാവും ദൈവവുമായി അലിഞ്ഞു ചേരുന്ന ഒരു വലിയ നിമിഷത്തെപ്പറ്റി ഇന്ത്യൻ ദാർശനികത നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവ ചിന്താഗതി നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിനേക്കാൾ ഔന്നത്യമുള്ള ഒരു കാര്യമാണ്. ക്രൈസ്തവ ജീവിതം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ദൈവികമായ പ്രാഭവത്തിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിൽ ഒരുവൻ പ്രവേശിക്കുകയും അവൻ തൻ്റെ ജീവിതത്തിൻ്റെ സകല പോരായ്മകളെയും പരിമിതികളെയും ഉദ്ധിതനായ ക്രിസ്തുവിനോട് ചേർന്ന് അതിജീവിച്ച് അവനും ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണതയിലെത്തും. പത്രോസും കൂട്ടരും കണ്ട കർത്താവിൻ്റെ മുഖം എല്ലാ മനുഷ്യർക്കുമായി വെളിപ്പെടേണ്ട മുഖം തന്നെയാണ്. ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുന്ന മനുഷ്യൻ തൻ്റെ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ കാത്തു സൂക്ഷിച്ച് അവൻ്റെ മഹത്വം ദർശിക്കുവാനും ആ മഹത്വത്തിൽ ആനന്ദിക്കുവാനും ഇടയാകുമ്പോഴാണ് ഒരുവൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ യാത്ര പൂർണ്ണതയിലെത്തുന്നത്. അതുകൊണ്ട് ഇതൊരു തീർത്ഥാടനമാണ്. നമ്മുടെ ജീവിതത്തെ കഴുകി വെടിപ്പാക്കുന്ന ഒരു തീർത്ഥാടനം. ഹിസ്സോപ്പ് കൊണ്ട് നമ്മെ ശുദ്ധീകരിച്ച് കർത്താവ് നമ്മെ കഴുകി വെടിപ്പിച്ച് പവിത്രമാക്കി മനുഷ്യന് കഴുകി വെടിപ്പാക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയേറിയ ഒരു ശരീരമായി നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു തീർത്ഥാടനമാണിത്. ഈ തീർത്ഥാടനത്തിൽ നമുക്കും കർത്താവിൻ്റെ മലയിലേക്ക് കയറിപ്പോകാം. ഇത് തപസ്സുകാലം രൂപാന്തരീകരണത്തിൻ്റെ മലകയറ്റത്തിൻ്റെ കാലമാണ്. നാം രൂപാന്തരീകരണത്തിൻ്റെ മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ ഉച്ചിയിൽ നാം കർത്താവിൻ്റെ മഹത്വം പൂർണ്ണതയിൽ കാണണം. അപ്പോഴാണ് ഈ തപസ്സുകാലം ധന്യമാകുന്നത്. അപ്പോഴാണ് ഈ തപസ്സുകാലത്തിന് അർത്ഥമുണ്ടാകുന്നത്.